ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ നിൽക്കുന്നത് യൂറോപ്പിലെ കൊളോണിയൽ കാലഘട്ടത്തിലുള്ള ഏതെങ്കിലും ഒരു നിർമ്മിതിക്ക് മുമ്പിലല്ല, നമ്മുടെ ഒരു പ്രിയപ്പെട്ട കസ്റ്റമറുടെ ഒരു വീടിൻ്റെ മുമ്പിലാണ്. നമുക്കിതിൽ വിശേഷങ്ങൾ പോയി നോക്കാം. അപ്പോൾ പറഞ്ഞ പോലെ ഇത് നമ്മുടെ ഒരു പ്രിയപ്പെട്ട കസ്റ്റമറുടെ വീടാണ്. മാറഞ്ചേരിയിൽ, മലപ്പുറം ജില്ലയിൽ മാറഞ്ചേരിയിൽ പരിച്ചകൻ നോർത്തിലുള്ള മിസ്റ്റർ നൗഷാദിൻ്റെയും ഫെമിനയുടെയും നൗഷാദ് ഫെമിന ദമ്പതികളുടെ വളരെ മനോഹരമായിട്ടുള്ള ഒരു വീടാണ്. ഈ വീട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ പൂർണ്ണമായും യൂറോപ്യൻ കൊളോണിയൽ ആർക്കിടെക്ചർ സ്റ്റൈല് പിടിച്ചിട്ട്, അതായത് അതിൻ്റെ എല്ലാ മുക്കിലും മൂലയിലും എല്ലാ നൂക്ക് ആൻഡ് കോർണറിലും എല്ലാ എലമെൻസിലും ആ ഒരു ലുക്ക് ആൻഡ് ഫീൽ കൊണ്ടുവരുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഡിസൈനിങ് ആൻഡ് ഇംപ്ലിമെൻറ്റേഷൻ ചെയ്തിട്ടുള്ളത് എക്സിൻ ആർക്കിടെക്ചർ എഞ്ചിനീയേഴ്സ് ആൻഡ് ഡിസൈനേഴ്സ് മാറഞ്ചേരിയാണ്. ഇവിടെ സുഹൈൽ ഇബ്രാഹിം അതിൻ്റെ ആർക്കിടെക്ചർ എഞ്ചിനീയർ, അതുപോലെ തന്നെ അതിൻ്റെ സിവിൽ എഞ്ചിനീയറായിട്ടുള്ള മൻസൂർ അലി, ഇവരാണ് എൻ്റെ പാർട്ട്നേഴ്സ്. ഇവർ ചേർന്നാണ് ഈ വീട് ഡിസൈൻ ചെയ്തത് ഈ രീതിയിൽ സാക്ഷാത്കരിച്ചിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ട് തന്നിട്ടുള്ളത്. അവരെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 15 വർഷമായിട്ട് ഈ ഫീൽഡിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് അവരുടേത്. അവർ കേരളത്തിലുടനീളം ഇതുപോലുള്ള വലിയ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള പ്രോജക്ട്സ് എടുത്ത് പൂർത്തീകരിച്ചിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ള ആളുകളാണ്. അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഏതായാലും ശരി, ഒരിക്കൽ കൂടെ ഞങ്ങളുടെ ഈ ചാനലിലേക്ക് സ്വാഗതം. ഞങ്ങളുടെ കസ്റ്റമേഴ്സിന് ഇതുപോലെ ഒരുപാട് കസ്റ്റമേഴ്സിൻ്റെ വീഡിയോകൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ചാനലിൻ്റെ ലിങ്ക് ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്. ആ ചാനലിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക. ചാനലിൽ കയറിയിട്ട് ബാക്കി നമ്മുടെ സുഹൃത്തുക്കളുടെ, നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ വീടിൻ്റെ വീഡിയോസൊക്കെ കാണുക. എന്തായാലും ഈ വീടിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ട് നമുക്ക് നോക്കാം. ഇതിൽ വന്നു കഴിഞ്ഞാൽ ആദ്യം തന്നെ ഇതിൻ്റെ ഫ്രണ്ടിൽ സിറ്റ് ഔട്ടിൽ ഇറ്റാലിയൻ മാർബിളാണ് വിരിച്ചിട്ടുള്ളത്. പിന്നെ ഇതിൽ നമുക്കറിയാം, ഇതിൻ്റെ പില്ലേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ എലമെൻസിലും ആ ഒരു യൂറോപ്യൻ കൊളോണിയൽ ലുക്ക് ആൻഡ് ഫീൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിൻ്റെ വളരെ മനോഹരമായിട്ട് അതിൻ്റെ യാർഡ്, ഇതിൻ്റെ മുറ്റം സെറ്റ് ചെയ്തിട്ടുള്ളത് നാച്ചുറൽ സ്റ്റോൺ പതിച്ചിട്ട് അതിൻ്റെ ഗ്രാസ് കൊണ്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. പിന്നെ സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ അപ്പുറത്ത് നമുക്ക് ഒരു കുട്ടികൾക്കുള്ളൊരു ബാഡ്മിൻ്റൺ ഇത് കാണാം. പിന്നെ ഒരു ടെമ്പോളിന് കുട്ടികൾക്ക് കളിക്കാൻ ടെമ്പോളിന് കാണാൻ, ഒരു ചെറിയ ഊഞ്ഞാൽ കാണാൻ. അതിൻ്റെ അപ്പുറത്താണെങ്കിൽ ഒരു നാച്ചുറൽ ലുക്കിലുള്ളൊരു പോണ്ടുണ്ട്. ഇതൊക്കെയാണ് പുറത്തെ വിശേഷങ്ങൾ. ഇനി അകത്തേക്ക് പോകുമ്പോൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. വളരെ വിശാലമായ, വളരെ പ്രൗഢമായിട്ടുള്ളൊരു ഡോറാണ് ഇതുള്ളത്. ഡോറ് കടന്ന് അകത്ത് പോയിട്ട് നമുക്ക് വിശേഷങ്ങൾ കാണാം. ഇവിടെ ഈ ഒരു നേരത്തെ പറഞ്ഞ കൊളോണിയൽ ലുക്ക് ആൻഡ് ഫീൽ ഒട്ടും ചോർത്തി കളയാത്ത രീതിയിലുള്ള ഫർണിഷിങ്ങുമാണ് പുറത്ത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അകത്ത് പോയിട്ട് ബാക്കി ഡീറ്റെയിൽസ് നോക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ഈ വീടിനകത്ത് കയറി. വീടിനകത്ത് നമ്മൾ നേരത്തെ പുറത്ത് പറഞ്ഞ രീതിയിൽ തന്നെ ഒരു യൂറോപ്യൻ കൊളോണിയൽ ആർക്കിടെക്ചറിൻ്റെ ആ ഒരു മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള ഇൻറ്റീരിയറാണ് പൂർണ്ണമായിട്ട് ചെയ്തിട്ടുള്ളത്. ഇതിനകത്ത് ഫ്ലോറിംഗ് ആണെങ്കിൽ പുറത്ത് വിരിച്ചിട്ടുള്ള ഇറ്റാലിയൻ മാർബിളിൻ്റെ അതേ സെയിം പാറ്റേൺ പിടിച്ചിട്ടുള്ള 8x4 സൈസിലുള്ള ടൈൽസാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ അതിന് ഡാർക്ക് കളറുള്ള ഷെയ്ഡിലുള്ള ഒരു ടൈൽസ് ഉപയോഗിച്ചിട്ട് ഡിസൈനിങ് കൂടെ ചെയ്തിട്ടുണ്ട്. ഇത് ത്രൂ ഔട്ട് ഈ വീടിനകത്ത് ഇതേ പാറ്റേണാണ് യൂസ് ചെയ്തിട്ടുള്ളത് വീടിനകത്ത്. ഇപ്പോൾ ഇവിടെ ഈ വീടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഇൻറ്റീരിയറിനകത്ത് എല്ലാ എലമെൻസും, ഇപ്പോൾ നമ്മൾ ഹാങ്ങിങ് ലൈറ്റ്സ് ആണെങ്കിലും ശരി, വാളിൽ വരുന്ന ലൈറ്റ്സ് ആണെങ്കിലും ശരി, വാൾ പാനലിംഗ് ആണെങ്കിലും ശരി, വാൾ ക്ലോക്കുകളാണെങ്കിലും ശരി, ഫാനുകളാണെങ്കിലും ശരി, അതുപോലെ തന്നെ വാൾ പേപ്പേഴ്സ് ആണെങ്കിലും ശരി, എല്ലാം ഈ പറഞ്ഞ രീതിയിലുള്ളൊരു കൊളോണിയൽ ആർക്കിടെക്ചറിൻ്റെ ആ ഒരു ഇൻറ്റീരിയറിൻ്റെ ലുക്ക് ആൻഡ് ഫീൽ കൊണ്ടുവരുന്ന കാര്യങ്ങളാണ് ഇതിൽ ചെയ്തിട്ടുള്ളത്. കയറി കഴിഞ്ഞാൽ നമുക്ക് ആദ്യം റൈറ്റ് സൈഡിൽ ഒരു ഫോർമൽ ലിവിങ് ഏരിയ കാണാൻ പറ്റും. ഈ ഫോർമൽ ലിവിങ് ഏരിയയിൽ വളരെ മനോഹരമായിട്ട് ആണ് ഫർണിഷ് ചെയ്തിട്ടുള്ളത്. ഒരു ഗ്രീൻ പാറ്റേൺ പിടിച്ചിട്ട് ഫർണിഷ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ കർട്ടൻസ് എല്ലാം ആ രീതിയിൽ, കർട്ടനൊക്കെ ഇതേ പാറ്റേൺ എല്ലായിടത്തും ഫോളോ ചെയ്തിട്ടുള്ളത്. പിന്നെ ഒരു സൈഡിലേക്ക് വന്ന് അതിൻ്റെ മനോഹരമായ TV കാര്യങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഫോർമൽ ലിവിങ് ഏരിയ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വരികയാണെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് ഈ വീട്ടിൽ ഡൈനിങ് ഏരിയ കാണാം. ഡൈനിങ് ഏരിയ എന്ന് പറഞ്ഞാൽ വളരെ മനോഹരമായിട്ടുള്ള, വളരെ രാജകീയമായ ലുക്ക് ആൻഡ് ഫീൽ തരുന്ന ഡൈനിങ് ടേബിളും ചെയർസൊക്കെ സെറ്റ് ചെയ്തിട്ട് വളരെ മനോഹരമായിട്ട് നേരത്തെ പറഞ്ഞ രീതിയിലുള്ള അതേ ലുക്ക് ആൻഡ് ഫീൽ ക്യാരി ഫോർവേഡ് ചെയ്യുന്ന ആ ഒരു ഡൈനിങ് ഏരിയ ആണ് ഉള്ളത്. പിന്നെ നമ്മളിങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് നേരെ ഫ്രണ്ടിലേക്ക് വീണ്ടും വന്നു കഴിഞ്ഞാൽ ഇവിടെ നേരേക്കുള്ള സ്റ്റെയർസ് കാണാം. പിന്നെ റൈറ്റ് സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ഒരു ബെഡ്റൂം, ഒരു കിഡ്സ് പ്ലേ ഏരിയയും പിന്നെ ഒരു പ്രയർ റൂം ഏരിയയും കാണാം. പിന്നെ ഇവിടെ ഈ സ്റ്റെയറിൻ്റെ അടിയിലായിട്ട് നമുക്ക് ഇവിടുത്തെ ഒരു ക്രോക്കറി ഷെൽഫ് കാണാം. പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഫാമിലി ലിവിങ് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ അതിൻ്റെ ഫ്രണ്ടിൽ ഇവിടെ ഒരു കൺസോൾ ഉണ്ട്. അവിടെ തന്നെ അതിൻ്റെ ടോപ്പിലാണെങ്കിൽ ഒരു 15 mm തിക്നെസ്സിൽ വരുന്ന ടൈൽസ് ഉപയോഗിച്ചിട്ടാണ് അതിൻ്റെ ടോപ്പ് ചെയ്തിട്ടുള്ളത്. മനോഹരമായ ആൻറ്റീക്കായിട്ട് ഫോൺ വെച്ചിട്ടുണ്ട് അവിടെ. ഈ ഗ്രീൻ കളറിലുള്ള വളരെ കോസി ആയിട്ടുള്ള സോഫ സെറ്റ് ചെയ്തിട്ടുള്ള, TV ഒക്കെ സെറ്റ് ചെയ്തിട്ടുള്ള, ഒരു അക്വേറിയം ഒക്കെ സെറ്റ് ചെയ്തിട്ടുള്ള മനോഹരമായിട്ടുള്ള ഫാമിലി ലിവിങ് ഏരിയ ആണിത്. ഇതിൻ്റെ അപ്പുറത്തെ സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു കോമൺ ടോയ്ലറ്റും അതുപോലെ തന്നെ അവിടുത്തെ ഒരു വാഷ് ബേസിൻ ഏരിയയും കാണാൻ വേണ്ടി സാധിക്കും. ഇനി ഈ വീട്ടിലെ കിച്ചണിലേക്ക് വന്നാലോ, ഒന്നും പറയാനില്ല. നമ്മൾ നേരത്തെ
പറഞ്ഞ അതേ ഇൻറ്റീരിയറിൻ്റെ തീം ഫോളോ ചെയ്തുകൊണ്ടാണ് ഇതിൻ്റെ കിച്ചണും ചെയ്തിട്ടുള്ളത്. വളരെ മനോഹരമായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഫ്ലോറിങ് നേരത്തെ ഇവിടെ ത്രൂ ഔട്ട് ഫോളോ ചെയ്തിട്ടുള്ള സെയിം ഫ്ലോറിംഗ് ആണ്. പിന്നെ കൗണ്ടർ ടോപ്സ് സെറ്റ് ചെയ്തിട്ടുള്ളത് 15 mm തിക്നെസ്സിൽ വരുന്ന കൗണ്ടർ ടോപ്പ് മെറ്റീരിയൽ ടൈൽസ് ഉപയോഗിച്ചിട്ടാണ് ഇതിൻ്റെ കൗണ്ടർ ടോപ്പ് മൊത്തം സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഒരു ബാർ കൗണ്ടർ പോലത്തെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ ഉണ്ട് ഇവിടെ. പിന്നെ വാളിനകത്താണെന്ന് വെച്ചെങ്കിൽ ബ്രിക്ക് ലുക്കിലുള്ള ക്ലിയർ വൈറ്റ് ബ്രിക്ക് ലുക്കിലുള്ള ഒരു ടൈലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ത്രൂ ഔട്ട് ബാക്കി എലമെൻറ്റ്സ് ഒക്കെ വളരെ മനോഹരമായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളത്. കിച്ചൺ ക്യാബിനറ്റ്സ് കൺസോൾസ് ഒക്കെ ഏറ്റവും മനോഹരമായിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ വീടിൻ്റെ റൂമുകളിലേക്ക് വന്നാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു കൊളോണിയൽ ആർക്കിടെക്ചറിൻ്റെ ഇൻറ്റീരിയറിൻ്റെ അതേ തീം പിടിച്ചുകൊണ്ടുള്ള അതേ തീം ഫോളോ ചെയ്തുകൊണ്ടുള്ള ഒരു ഇൻറ്റീരിയറാണ് ചെയ്തിട്ടുള്ളത്. ഫ്ലോറിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ 8x4 സൈസിലുള്ള ഇറ്റാലിയൻ മാർബിളിൻ്റെ അതേ തീം ക്യാരി ഫോർവേഡ് ചെയ്യുന്ന അതേ ഒരു ഇതാണ് പിടിച്ചിട്ടുള്ളത്. ആ ഒരു ടൈലാണ് ക്യാരി ഫോർവേഡ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ എല്ലാ എലമെൻറ്റ്സും ഇപ്പോൾ കട്ടൽ ബെഡ് സെറ്റ് ചെയ്തിട്ടുള്ളതാണെങ്കിലും ശരി, മറ്റ് മിറർ കൺസോൾ സെറ്റാണെങ്കിലും ശരി, കർട്ടൻസ് ആണെങ്കിലും ശരി, ഒക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ അതേ തീമിൽ ക്യാരി ഫോർവേഡ് ചെയ്തുകൊണ്ടാണ് ചെയ്തിട്ടുള്ളത്. ഇതൊരു മനോഹരമായൊരു ബെഡ്റൂമാണ്. ഇതിന് ഏറ്റവും രസകരമായിട്ട് പറ്റിയ കാര്യം, ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ റൂമിൽ നിന്ന് ഈ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഏരിയ ഉണ്ട്. ഇത് നമുക്കൊരു ഡ്രസ്സിങ് ഏരിയ എന്ന് വേണമെങ്കിൽ പറയാം. അതിൽ ഇതൊരു പേഴ്സണൽ പ്രയർ ഏരിയ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ കഴിയുന്നൊരു ഏരിയ ആണത്. അതിൻ്റെ പുറമെ അവിടെ ഒരു പേഴ്സണൽ ലൈബ്രറി ആയിട്ട് ഉള്ളൊരു കാര്യം സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ ഡ്രസ്സിങ് കബോർഡ്, ക്ലോത്ത്സിൻ്റെ കബോർഡ് ഇവിടെയാണുള്ളത്. പിന്നെ ഇവിടെ ടോയ്ലറ്റ് ഈ സൈഡിലാണ് വരുന്നത്. ഇതാണ് ഈ റൂമിൻ്റെ ഒരു വിശേഷം എന്ന് പറയുന്നത്. ഇതാണ് ത്രൂ ഔട്ട് എല്ലാ റൂമുകളിലും ഈ രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതേ ഒരു തീം ആൻഡ് പാറ്റേൺ പിടിച്ചിട്ടാണ് എല്ലാ റൂമുകളും സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി ടോയ്ലറ്റുകളുടെ കാര്യത്തേക്ക് വന്ന് ഈ ടോയ്ലറ്റുകൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഒരു തീം കീപ്പ് ചെയ്തുകൊണ്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങൾ ഈ മിററിലേക്കും ഇതിൻ്റെ വാനിറ്റി ക്യാബിനറ്റ്സിലേക്ക് നോക്കിയാൽ അതിൻ്റെ ടാപ്പ് തിങ്സിലേക്ക് നോക്കിയാൽ അത് കാണാം. അത് തന്നെ ഫോളോ ചെയ്തിട്ടാണ് ഇത് മൊത്തം ചെയ്തിട്ടുള്ളത്. ലോക ഉൾപ്പെടെയുള്ള പ്രീമിയം ബ്രാൻഡ്സ് ഉപയോഗിച്ചിട്ടാണ് ഇതൊക്കെ ചെയ്തിട്ടുള്ളത്. ഇതിൽ ഫ്ലോറിലാണെങ്കിലും വാളിലാണെങ്കിലും ടൈൽസ് എല്ലാ ബാത്റൂമുകളിലും മാറ്റ്, അതുപോലെ തന്നെ ഗ്ലോസി ആ കോമ്പിനേഷൻ പല കളർ പാറ്റേൺസ് വെച്ചിട്ട് പല രീതിയിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഒരേ തീ പിടിച്ചുകൊണ്ടുവരുന്ന പല കളർ പാറ്റേൺസിലാണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ വീടിൻ്റെ അപ്സ്റ്റേഴ്സിലേക്ക് വരികയാണ്. അപ്സ്റ്റേഴ്സിലേക്ക് വരുമ്പോൾ സ്റ്റെപ്പുകൾ നേരത്തെ താഴെ പറഞ്ഞിട്ടുള്ള അതേ ടൈൽസ് ഉപയോഗിച്ചാണ് സ്റ്റെപ്പുകൾ ചെയ്തിട്ടുള്ളത്. പിന്നെ എടുത്തു പറയേണ്ടത് ഇതിൻ്റെ ഹാൻഡ് റൈൽസ് ആണ്. ഇതിൻ്റെ ഒരു കൊളോണിയൽ ആ ഒരു ഇൻറ്റീരിയർ ആർക്കിടെക്ചർ ആ ഒരു തീമിനോട് കിടപിടിക്കുന്ന രീതിയിൽ അതിനോട് മാച്ച് ചെയ്ത രീതിയിലുള്ള ഹാൻഡ് റൈൽസ് ആണ് കൊടുത്തിട്ടുള്ളത്. കയറി നേരെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ താഴത്തെ പറഞ്ഞ അതേപോലത്തെ ഫ്ലോറിങ് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഒരു സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു ജിമ്മുണ്ട്. ഇവിടെ വളരെ വെൽ എക്യുപ്ഡ് ആയിട്ടൊരു ജിമ്മാണ്. ആ ജിമ്മിനകത്ത് പോയി കഴിഞ്ഞാൽ അവിടെയുള്ള ടോയ്ലറ്റിനകത്ത് നല്ല ഒരു ജക്കൂസി സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു കിഡ്സ് ബെഡ്റൂം ഉണ്ട്. പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പുറത്തേക്കുള്ള ഒരു ഓപ്പൺ ടെറസിലേക്കുള്ളൊരു ഡോറുണ്ട് അവിടെ. പിന്നെ ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ബെഡ്റൂം ഇവിടെ ഉണ്ട്. ഇതിൻ്റെ കോണിയുടെ നേരെ ഓപ്പോസിറ്റ്, സ്റ്റെപ്സിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ വന്നു കഴിഞ്ഞാൽ ഡബിൾ ഹൈറ്റിൽ വരുന്നൊരു ഏരിയ ഉണ്ട്. അത് മനോഹരമായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിന് പുറമേ നമുക്ക് ഇവിടെ നിന്ന് ഒരു വാക്ക് വേ, ഒരു ബ്രിഡ്ജ് പോലെ വാക്ക് വേ പോലെ കൊടുത്തിട്ടുണ്ട്. അതിനകത്തൊക്കെ നമ്മൾ നേരെ കയറി കഴിഞ്ഞാൽ പുറത്തേക്കുള്ള ഡോറാണ്. അത് ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ കിഡ്സ് പ്ലേ ഏരിയയും പൂളൊക്കെ കാണുന്ന ഏരിയയിലേക്കാണ് അത് പോകുന്നത്. പിന്നെ ഇവിടെയും ഓപ്പൺ ടെറസിലേക്കുള്ളൊരു ഡോറുണ്ട്. ഇതിനകത്ത് ഈ ഓപ്പൺ ടെറസിലേക്ക് വരുന്ന പുറത്തേക്ക് വരുന്ന ഡോറുകളൊക്കെ നല്ല ഹൈലി സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള സേഫ്റ്റി മെഷേഴ്സുള്ള സ്റ്റീൽ ഡോർസാണ് യൂസ് ചെയ്തിട്ടുള്ളത്. എന്തായാലും വളരെ മനോഹരമായിട്ടുള്ള ഒരു ആർക്കിടെക്ചറാണ് ടോട്ടലി വരുമ്പോൾ ഇതിനകത്ത് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മളുള്ളത് ഈ വീടിൻ്റെ ശില്പികളുടെ ഒപ്പമാണ്. അതായത് എക്സിൽ ആർക്കിടെക്ചർ എഞ്ചിനീയേഴ്സ് ആൻഡ് ഡിസൈനേഴ്സ് എന്ന് പറയുന്ന സ്ഥാപനത്തിൻ്റെ പാർട്ട്നേഴ്സ്, ആർക്കിടെക്ചർ എഞ്ചിനീയർ പ്രിയപ്പെട്ട സുഹൈൽ ഇബ്രാഹിമും അതുപോലെ തന്നെ സിവിൽ എഞ്ചിനീയർ മൻസൂർ അലിയും, ഇവരുടെ കൂടെയാണ് നമ്മളുള്ളത്.
അപ്പോൾ ഈ ഒരു വീട് സംതിങ് സ്പെഷ്യലായിട്ടൊരു വീട് ആദ്യത്തെ അതിൻ്റെ കോൺസെപ്റ്റ് മുതൽ ഡിസൈൻ ചെയ്ത് അത് ഇംപ്ലിമെൻ്റ് ചെയ്ത് പൂർത്തീകരിക്കുന്നവരെ കാര്യങ്ങൾ കൈകാര്യം ചെയ്തവരാണ്. അപ്പോൾ ഇവരുടെ അതുമായി ബന്ധപ്പെട്ട എക്സ്പീരിയൻസ് നമുക്കത് ചോദിച്ചറിയാം. സുഹേൽ ഭായി, എന്തായിരുന്നു നിങ്ങൾ ഇങ്ങനെ ഒരു സ്പെഷ്യലായിട്ടൊരു വീട് ഡിസൈൻ ചെയ്ത് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ തുടക്കം എങ്ങനെയായിരുന്നു? എന്തായിരുന്നു അതിൻ്റെ സ്റ്റോറി എന്താണ്? ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഈ വീട് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ക്ലയൻറ്റ് വരുമ്പോൾ ആളുടെ ഉള്ളിൽ ഒരുപാട് കാലമുള്ള ഒരു ആഗ്രഹമായിരുന്നു ഒരു യൂറോപ്യൻ കളർ സ്റ്റൈലുള്ള വീട് ബിൽഡ് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ അതിനായിട്ട് പുള്ളിയുടെ ഒരുപാട് റെഫറൻസ് ഉണ്ടായിരുന്നു. അത് നമ്മളായിട്ട് ഷെയർ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പുള്ളിയുടെ ആഗ്രഹപ്രകാരം ഒരു പ്ലാന് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുകയും അതിനനുസരിച്ചിട്ടുള്ള ക്രിയേറ്റീവ് വിശദാംശങ്ങൾ പുള്ളിക്ക് കാണിച്ചു കൊടുക്കുകയും ചെയ്തതുകൊണ്ട് പുള്ളി അതിൽ ഏകദേശം അത്യാവശ്യം സാറ്റിസ്ഫൈഡ് ആയി. അപ്പോൾ അത് പ്രകാരമാണ് നമ്മൾ മുന്നോട്ട് പോയത്. പിന്നെ സുഹേൽ ഭായി, നമ്മൾ ഈ വീടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ള മെറ്റീരിയൽസ് ആണെങ്കിലും മറ്റ് ആക്സസറീസ് ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും കോമൺ അല്ല, സംതിങ് സ്പെഷ്യലാണ്. അപ്പോൾ നിങ്ങൾ ഈ വക കാര്യങ്ങളൊക്കെ റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് ഇത് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നിടത്ത് നിങ്ങളൊരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു? എക്സ്പീരിയൻസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് രണ്ട് കൂട്ടരുടെ മെയിനായിട്ടുള്ള ഇൻട്രസ്റ്റ് തന്നെയായിരുന്നു. ഇത് ഈ വീട് ഇത്രമാത്രം മനോഹരമാക്കി എടുക്കാനുള്ള ഒരു ഞങ്ങളുടെ ഒരു എഫേർട്ട് കൊണ്ടുണ്ടെങ്കിൽ ക്ലൈൻറ്റിൻ്റെ ഭാഗത്താണ് കൂടുതൽ എഫേർട്ട് ഉണ്ടായിട്ടുള്ളത്. ഈ നമ്മൾ ഇതിൽ എക്സ്റ്റീരിയറിലും ഇൻറ്റീരിയറിലും കാണിച്ചിട്ടുള്ള ഓരോ എലമെൻറ്റുകളും അത് എവിടെ നിന്ന് പർച്ചേസ് ചെയ്യും. അതായത് ഉണ്ടെങ്കിൽ ഇന്ത്യക്ക് പുറത്ത് തുർക്കി, ചൈന, അതുപോലെ തന്നെ നമ്മൾ ഇന്ത്യയിലെ പല ഭാഗത്ത് ഡൽഹി, പഞ്ചാബ്, രാജസ്ഥാൻ ഇവിടെയൊക്കെ പോയിട്ട് ക്ലയൻറ്റ് തന്നെയാണ് അത് പർച്ചേസ് ചെയ്ത് കൊണ്ടുവരാനുള്ള ഇൻട്രസ്റ്റ് കൂടുതൽ കാണിച്ചിട്ടുള്ളത്. പിന്നെ നമുക്ക് ഇതിൽ കുറേ വർക്കേഴ്സ് നമുക്ക് ഇവിടെ നാട്ടിലുള്ള അത്യാവശ്യം വാസ്തുശൈലിയിലുള്ള ഡിസൈൻ കരുതുന്ന ആൾക്കാരെ കണ്ടെത്തേണ്ടതായിട്ടുണ്ടായിരുന്നു. പിന്നെ ബാക്കി നമ്മളുടേതായിട്ടുള്ള ലെവലിൽ നമ്മളുടെ ലോക്കൽ എൻക്വയറി ഉള്ളത് കൂടിയിട്ടാണ് നമുക്ക് ഇതിൻ്റെ ഇൻറ്റീരിയറും എക്സ്റ്റീരിയറിലും കിച്ചൺ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഫിനിഷ് ചെയ്യാൻ സാധിച്ചു. ഓക്കെ. പിന്നെ ഇതിനകത്ത് നമ്മൾ ഇതിൽ ടൈൽസ് ആൻഡ് സാനിറ്ററി രംഗത്ത് ഒരുപാട് പ്രോഡക്ട്സ് ചങ്ങനകുളത്ത് ബിൽഡേഴ്സ് ഷോറൂമിൽ നിങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. ചങ്ങനകുളത്ത് നമ്മുടെ ഷോറൂമുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പർച്ചേസ് എക്സ്പീരിയൻസ് എന്തായിരുന്നു? അവിടുത്തെ ഒരു ഡീലിംഗ് എന്തായിരുന്നു? അവിടുന്ന് പ്രോഡക്ട്സ് നിങ്ങൾക്ക് സമയത്ത് കിട്ടൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ സർവീസൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ബിൽഡക്കോറിൻ്റെ മാനേജർ ഷാനിഫ് ഭായ് നമ്മളെ അടുത്ത ഫ്രണ്ടാണ്. പുള്ളി നമ്മളെ ഈ പ്രൊജക്റ്റിൽ അത്യാവശ്യം നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇതിലിപ്പോൾ നമുക്ക് വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽസ് അത് എവിടെ കിട്ടും, അതല്ലെങ്കിൽ ടൈൽസ്, സാനിറ്റൈസ് നമുക്ക് എങ്ങനെ നമുക്ക് ഇതിലോട്ട് കൊണ്ടുവരാമെന്നുള്ളതിനെ കുറിച്ചിട്ട് പുള്ളി അത്യാവശ്യം നന്നായിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇതിലിപ്പോൾ ആവശ്യമുള്ള സാനിറ്ററി ആണെങ്കിലും അതുപോലെ നമുക്ക് വേണ്ടിയിട്ടുള്ള എന്ത് മെറ്റീരിയൽസ് ഉണ്ടെങ്കിലും അത് ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഓൺ ടൈം തന്നെ നമുക്ക് കൃത്യസമയത്ത് നമ്മൾ സൈറ്റിലെത്താൻ ബിൽഡേഴ്സിൻ്റെ ടീമിൻ്റെ ഭാഗത്ത് നിന്ന് നല്ല ആത്മകഥ പ്രവർത്തനം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എനിവേ സന്തോഷം നിങ്ങളുമായിട്ട് കുറച്ച് സമയം സ്പെൻഡ് ചെയ്തതിൽ. എന്തായാലും ശരി, നിങ്ങളെ സ്പെഷ്യലായിട്ട് കൺഗ്രാജുലേറ്റ് ചെയ്യാതിരിക്കാൻ കഴിയില്ല. കാരണം ഇത്ര മനോഹരമായിട്ടൊരു വീട് ഡിസൈൻ ചെയ്ത് ഈ രീതിയിൽ അത് സാറ്റിസ്ഫൈങ് ആയിട്ട് പണി പൂർത്തിയാക്കിയിട്ടിരിക്കുക എന്ന് പറയുമ്പോൾ വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ രണ്ടുപേരെയും അത് സ്പെഷ്യലായിട്ട് കൺഗ്രാജുലേറ്റ് ചെയ്യാണ്. ഞങ്ങൾക്ക് വേണ്ടി സമയം സ്പെൻഡ് ചെയ്തതിന് സ്പെഷ്യൽ താങ്ക്സും പറയാം. അപ്പോൾ നമ്മുടെ കൂടെ ഈ കോൺവെർസേഷനിൽ ഈ വീടിൻ്റെ ഓണർ മിസ്റ്റർ നൗഷാദ് കൂടെ ജോയിൻ ചെയ്യാണ്. നൗഷാദ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രദേശത്തെ വളരെ യങ്, എനർജറ്റിക് ആൻഡ് ഡൈനാമിക് ആയിട്ടുള്ളൊരു ഓണ്ടർപ്രണറാണ്. GCC രാജ്യങ്ങൾ കേന്ദ്രീകരിച്ച് വർക്ക് ചെയ്യുന്ന ടോപ്സി ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു ബിസിനസ് സംരംഭത്തിൻ്റെ ഓണറാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു കോൺസെപ്റ്റിൽ നിന്നാണ് ഈ വീടിൻ്റെ ഒരു ഡിസൈനും ഇംപ്ലിമെൻറ്റേഷനൊക്കെ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹവുമായിട്ട് ഈ കാര്യങ്ങളൊന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. നൗഷാദ് ഭായി, എന്തായിരുന്നു നിങ്ങൾ ഈ വീടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ സാധാരണ നമ്മൾ നാട്ടിൽ കണ്ടുവരുന്ന വീടുകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് വളരെ ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ലുക്കാണ് ഇതിനുള്ളത്. ഇതൊരു യൂറോപ്യൻ കൊളോണിയൽ സ്റ്റൈലിലുള്ളൊരു വീടാണ്. എങ്ങനെയാണ് ഇങ്ങനെ ഒരു സ്പെഷ്യൽ വീട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിൽ ത്രൂ ഔട്ട് അത് കീപ്പ് ചെയ്തുകൊണ്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ചിന്ത എങ്ങനെ ഉണ്ടായത്? അതിൻ്റെ ഒരു സ്റ്റോറി എന്താണ്? ചെറുപ്പം മുതലേ വായനശീലം തുടങ്ങിയ കാലം മുതലേ വായിക്കുന്നതാണ് വീട് മാസികയൊക്കെ. അപ്പോൾ അത് അങ്ങനെ വായിക്കുന്നതിൽ അതിൽ വീടുകളുടെ ഫോട്ടോ കണ്ടതിൽ കൊളോണിയൽ ടൈപ്പ് വീടുകളാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. അപ്പോൾ അന്നേ തീരുമാനം ഉണ്ടായിരുന്നു, ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു വീട് വെക്കുകയാണെങ്കിൽ കൊളോണിയൽ ടൈപ്പ് വെക്കണം. പിന്നീട് വീട് പണിയുടെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അതിൽ ഏത് ശൈലി വേണമെന്നുള്ള ഒരു സെർച്ച് ചെയ്യൽ വന്നു. അങ്ങനെയാണ് ഫ്രഞ്ച് ശൈലിയിൽ ഫ്രഞ്ച് ചാട്ടു എന്നുള്ള സ്റ്റൈൽ ശ്രദ്ധപ്പെട്ടത്. അങ്ങനെ അതിൽ നിന്നുള്ള കുറേ റെഫറൻസുകൾ എടുത്തു. അതുപ്രകാരമാണ് ഈ ഒരു ശൈലിക്ക് വന്നത്. അതിൽ ചാട്ടു സ്റ്റൈലിൽ തൂണുകൾ ഉണ്ടാവില്ല, സിറ്റ് ഔട്ട് അങ്ങനെ ഉണ്ടാവില്ല. അപ്പോൾ അതിന് ചെയ്ത് ഇറ്റാലിയൻ ശൈലിയിലുള്ള തൂണുകൾ അതിൽ ആഡ് ചെയ്തിട്ട് സിറ്റ് ഔട്ട് ആഡ് ചെയ്ത് ചെയ്യുകയും ചെയ്യും. കോൺസെപ്റ്റ് ഫൈനലായപ്പോൾ നമ്മുടെ സ്നേഹിതനാണ് സുഹൈൽ, എക്സിൻ ആർക്കിടെക്ട്സിൻ്റെ. അപ്പോൾ ആളായിട്ട് അത് ഡിസ്കസ് ചെയ്തു. ആളത് പ്രകാരം ഡിസൈൻ ഡ്രോയിങ് കാര്യങ്ങളും കംപ്ലീറ്റ് ചെയ്തു. അത് നമുക്ക് സാറ്റിസ്ഫൈങ് ആയിരുന്നു. വളരെ നല്ല രീതിയിൽ ഡ്രോയിങ് ചെയ്തിട്ടുണ്ടായിരുന്നു, 3D എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു.
അങ്ങനെയാണ് വർക്ക് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ നമ്മൾ ഈ വീട് ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ ഇതിനകത്ത് നമ്മൾ കണ്ട പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ള മെറ്റീരിയൽസ് ആണെങ്കിലും എലമെൻറ്റ്സ് ഒക്കെ നമ്മൾ സാധാരണ കോമൺലി കണ്ടുവരുന്നതല്ല. അപ്പോൾ ഇതൊക്കെ റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ചിട്ട് ഇവിടെ എത്തിക്കുക എന്നുള്ള വലിയൊരു ടാസ്ക് ആയിരിക്കും. എങ്ങനെയായിരുന്നു ആ പർച്ചേസിങ്ങുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ ഒരു പ്രോസസ്സ് എങ്ങനെയായിരുന്നു? മാത്രമല്ല നിങ്ങൾ ലോക്കലി ഈ ടൈൽസ് ആൻഡ് സാനിറ്ററിയുമായി ബന്ധപ്പെട്ട കുറച്ച് പ്രോഡക്ട്സ് പർച്ചേസ് ചെയ്തിട്ടുള്ളത് ചങ്ങനാകുളത്ത് ബിൽഡേഴ്സിൻ്റെ ഷോറൂമിലായിരുന്നു. അതുൾപ്പെടെയുള്ള ടോട്ടൽ നിങ്ങളുടെ പർച്ചേസിൻ്റെ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? ഇതിന് യോജിച്ച രീതിയിലുള്ള ഫർണിച്ചർ കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് പല സ്ഥലങ്ങളിൽ പഞ്ചാബിൽ നിന്നുണ്ട്, ഡൽഹി, ചൈന, അങ്ങനെ പല സ്ഥലത്തുനിന്നും പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ മറ്റുള്ള സാനിറ്ററി വെയർസ് എല്ലാം സുഹൈല പരിചയപ്പെടുത്തിയാണ് ബിൽഡേഴ്സിനെ. അങ്ങനെ അവിടുന്ന് ആണ് സാനിറ്ററി വെയർസ് എല്ലാം പർച്ചേസ് ചെയ്തത്. ബിൽഡേഴ്സ് ടൈൽസ് ആൻഡ് സാനിറ്ററി ഷോറൂമുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ പർച്ചേസിൻ്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? തീർച്ചയായും സാറ്റിസ്ഫൈഡ് ആയിരുന്നു. വളരെ അത്യാവശ്യം നല്ല കളക്ഷൻ ഉണ്ടായിരുന്നു അവിടെ. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ സാറ്റിസ്ഫൈഡ് ആയിരുന്നു. ഓക്കെ, എനിവേ ഞങ്ങളുടെ കൂടെ ഇത്ര സമയം സ്പെൻഡ് ചെയ്തതിന് സ്പെഷ്യൽ താങ്ക്സ്. എന്തായാലും ഒരിക്കൽ കൂടെ നിങ്ങളെ കൺഗ്രാജുലേറ്റ് ചെയ്യാണ്. ഇത്ര മനോഹരമായ ഒരു വീട് മനസ്സിൽ ഉണ്ടാക്കി കണ്ട് അത് സുഹൃത്തുക്കളായിട്ട് പങ്കുവെച്ച് ഈ ഒരു രീതിക്ക് എത്തിക്കാവുന്ന വലിയൊരു ടാസ്ക്കാണ് നിങ്ങൾ ചെയ്തിട്ടുള്ളത്. എന്തായാലും വൺസ് അഗൈൻ കൺഗ്രാജുലേഷൻസ് ഫ്രം അവർ സൈഡ്. താങ്ക് യു. വളരെ ഡീറ്റെയിൽ ആയിട്ട് വിശേഷങ്ങളൊക്കെ നിങ്ങൾ കണ്ട് മനസ്സിലാക്കിയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. വീട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുകയാണ്. ഇതുപോലെ ഞങ്ങളുടെ കസ്റ്റമേഴ്സിൻ്റെ വീടുകളുടെയൊക്കെ വീഡിയോസ് ഞങ്ങളുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഈ ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് പോയി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസ് എല്ലാവരും കണ്ട അഭിപ്രായങ്ങൾ അറിയിക്കുക. നമ്മുടെ ഷോറൂം വരുന്നത് ചങ്ങരംകുളത്താണ്, മലപ്പുറം ജില്ലയിലെ ചങ്ങരംകുളം, അതായത് തൃശ്ശൂർ കാലിക്കറ്റ് ഹൈവേയിൽ 25,000 സ്ക്വയർ ഫീറ്റ് ഫെസിലിറ്റിക്കകത്ത് ഒരു വീടിൻ്റെ ഫിനിഷിംഗ് വർക്കിന് ആവശ്യമായിട്ടുള്ള ടൈൽസ്, സാനിറ്ററി വെയറിൻ്റെ വളരെ ഹ്യൂജ് ആയിട്ടുള്ള കളക്ഷനാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. നിങ്ങളെല്ലാവരും ആ ഷോറൂം വിസിറ്റ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ഇൻവൈറ്റ് ചെയ്യുകയാണ്. ഷോറൂമിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വിഷ്വൽസ് കാണുന്നുണ്ടെങ്കിൽ ഒരു വീഡിയോ ഞങ്ങൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിന് ലിങ്ക് ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. അതിൽ പോയിട്ട് ഷോറൂം എല്ലാവരും കാണാം. ഒരിക്കൽ കൂടി എല്ലാവരും ഞങ്ങളുടെ ഷോറൂം ഒരു തവണ വിസിറ്റ് ചെയ്യാൻ വേണ്ടി ക്ഷണിക്കുകയാണ്. ഇതായാലും ശരി, ഞങ്ങൾ ഇതുവരെ നിങ്ങൾ തന്ന എല്ലാ സപ്പോർട്ടിനും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് താങ്ക്സ് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഈ വീഡിയോ തൽക്കാലം അവസാനിപ്പിക്കുകയാണ്. ഓക്കെ, ബൈ ബൈ. Like a Hellcat.